ഇപ്പം നല്ല സ്പീഡിൽ പോവാണ്. വാഹനത്തിനുള്ളിൽ നല്ല ജെർക്കുണ്ട്. അത് നിങ്ങൾ നോക്കുക. ഞാനിതേ ജെർക്ക് വരും നിങ്ങളെ കാണിക്കാം. അതെ ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു. ഇത് കണ്ടോ വണ്ടി അങ്ങോട്ട് പിടിച്ചു. വല്ലാത്ത രീതിയിൽ അങ്ങ് പിടിച്ചിട്ട് വാഹനത്തിൻ്റെ ഉള്ളിൽ ആ ഒരു ആക്സിലറേഷൻ്റെ ഫസ്റ്റ് ഗിയറിലേക്ക് പെട്ടെന്ന് വന്നപ്പോഴുണ്ടായ ഒരു ആക്സിലറേഷൻ്റെ സൗണ്ട്, അതായത് ആ ഗിയറിലേക്ക് വീണപ്പോഴുണ്ടായ ഒരു സൗണ്ടാണ് നിങ്ങൾ കേട്ടത്. ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിൻ്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. കാർ ഡ്രൈവിങ്ങിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഡ്രൈവിംഗ് മെത്തേഡാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഒരിക്കലും ഒരു കാരണവശാലും നിങ്ങൾ കയറ്റത്ത് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഫോർത്തിൽ നിന്ന് ഡയറക്റ്റ് സെക്കൻഡ് ഗിയറിലേക്കോ ഫസ്റ്റ് ഗിയറിലേക്കോ ഇതുപോലെ ഗിയർ ഷിഫ്റ്റ് ചെയ്യരുത്. അതുപോലെ തന്നെ നമ്മൾ ഫോർത്തിലോ തേർഡിലോ ഒക്കെ പോകുന്ന സമയത്ത് ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്ത് ഫോർത്തിൽ നിന്ന് തേർഡിലേക്കും സെക്കൻഡിലേക്കും ഫസ്റ്റിലേക്കും ഒക്കെ വരുന്ന സമയത്ത് പ്രോപ്പർ ഗിയർ ഡൗൺ ഷിഫ്റ്റിംഗ് അല്ലെങ്കിൽ വാഹനത്തിൻ്റെ ഉള്ളിൽ നല്ല രീതിയിലുള്ള ജെർക്ക് വരാറുണ്ട്. കയറ്റത്തുള്ള ഗിയർ ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത് ഡ്രൈവിങ്ങിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും ഡയറക്റ്റ് സെക്കൻഡ് ഗിയറിലേക്കും ഫസ്റ്റ് ഗിയറിലേക്കും ഒരു ഫിഫ്ത്തിൽ നിന്നോ ഫോർത്തിൽ നിന്നോ ഇടുന്ന സമയത്ത് അത് പ്രോപ്പറായിട്ട് ചെയ്തില്ലെങ്കിൽ വാഹനത്തിൻ്റെ ഉള്ളിൽ നല്ല രീതിയിലുള്ള ജെർക്കും അതുപോലെ തന്നെ ഒരു പക്ഷെങ്കിൽ അപകടങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അതുകൊണ്ട് ഗിയർ ഡൗൺ ഷിഫ്റ്റിംഗ് ക്ലിയർ ആക്കാനായിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് സഹായകരമാകും. ഒപ്പം തന്നെ ഡയറക്റ്റ് സെക്കൻഡ് ഫസ്റ്റിലേക്ക് എങ്ങനെ നമുക്ക് പ്രോപ്പറായിട്ട് ഷിഫ്റ്റ് ചെയ്യാമെന്നുള്ളത് വീഡിയോയിൽ പങ്കുവെക്കാം. എന്തായാലും നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ഓക്കെ, ഇനി നമുക്ക് വണ്ടി ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഗിയർ ഡൗൺ ഷിഫ്റ്റിങ് ഡ്രൈവിങ്ങിലെ ചെറിയൊരു നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് നിങ്ങൾ കാണരുത്. കാരണം പല ആൾക്കാരും ഒരു വണ്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ചും ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ബിഗിനേഴ്സിൻ്റെ ഉള്ള ഏറ്റവും വലിയൊരു പ്രശ്നമാണ് വണ്ടിക്കുള്ളിൽ ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന വലിയ ജെർക്ക്. അത് വാഹനത്തിനുള്ളിൽ നല്ല രീതിയിലുള്ള ഒരു വൈബ്രേഷൻ ഉണ്ടാകുന്നുണ്ട്. ഒപ്പം തന്നെ അത് ഡയറക്റ്റ് സെക്കൻഡ് ഗിയറിലേക്കോ ഫസ്റ്റ് ഗിയറിലേക്കോ ഒക്കെയാണ് ഫോർത്തിൽ നിന്നൊക്കെ ഇടുന്നതെങ്കിൽ വാഹനത്തിൻ്റെ ഉള്ളിൽ മറ്റ് യാത്രക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ട് ബിഗിനേഴ്സ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ഡ്രൈവിങ്ങിൽ തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ്. ഇത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഒഴിവാക്കാനായിട്ട് കഴിയും. അപ്പം നമുക്ക് ആ ഒരു കയറ്റത്തിലേക്ക് ഇവിടുന്ന് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു, സെക്കൻഡ് കൊടുക്കുന്നു, തേർഡ് കൊടുക്കുന്നു, ഫോർത്ത് കൊടുത്ത് ആ കയറ്റം നമ്മൾ കയറാനായിട്ട് തുടങ്ങുന്നു. കയറി തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഗിയർ പ്രോപ്പറായിട്ട് ജെർക്കില്ലാതെ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്നത് നിങ്ങളെ കൃത്യമായിട്ടും കാണിച്ചു തരാം. അതിനുശേഷം ഡയറക്റ്റ് സെക്കൻഡ് ഗിയറിലേക്കും ഫസ്റ്റ് ഗിയറിലേക്കും ഫോർത്തിൽ നിന്നോ ഫിഫ്ത്തിൽ നിന്നോ എങ്ങനെ ഇടാമെന്നുള്ളതും നിങ്ങളെ കാണിക്കാം. ശ്രദ്ധിച്ച് നിങ്ങൾ കാണുക. എൻ്റെ കാല് ബ്രേക്കിൽ വരുന്നു. നമുക്ക് ക്ലച്ച് ചവിട്ടിയിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. ഞാനിത് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. കൃത്യമായിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുക്കുന്നു, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു. ഇനി വണ്ടി എടുക്കുകയാണ്. ഇത് ക്ലച്ചിൽ നിന്ന് അയച്ച് ജസ്റ്റ് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുക്കുന്നു. വണ്ടിക്ക് മൂവ് ആക്കുന്നു, ദേ സെക്കൻഡിലേക്ക് ഇടുന്നു. വീണ്ടും വണ്ടിക്ക് ഞാനൊരു മൂവ്മെൻറ്റ്സ് കൊടുക്കുന്നു, ദേ തേർഡിലേക്ക് ഇടുന്നു. വീണ്ടും വണ്ടിക്കൊരു മൂവ്മെൻറ്റ്സ് കൊടുക്കുന്നു, ഫോർത്തിലേക്ക് ഇടുന്നു. ദേ ഇപ്പം നാലാമത്തെ ഗിയറിൽ ഇങ്ങനെ പോവാണ്. ഇപ്പോൾ ഇവിടെ മുന്നിലൊരു കയറ്റം കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് വണ്ടിക്ക് വലി മുട്ടുന്നതിന് മുന്നമേ തന്നെ ഫോർത്തിൽ നിന്ന് തേർഡ് ഇടാം. തേർഡ് ഇട്ടിട്ട് ക്ലച്ചിൽ നിന്ന് കാലയച്ചാൽ പ്രശ്നമില്ല, വണ്ടിക്കുള്ളിൽ ജെർക്ക് ഉണ്ടാകുകയില്ല. അതുപോലെ തന്നെ നിങ്ങൾ നോക്കുക, ഇപ്പോൾ തേർഡിൽ ഇങ്ങനെ പോകുന്നു, ഒരുപാട് വലി മുട്ടാതെ തന്നെ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക. കണ്ടോ? അപ്പോൾ നമുക്ക് വാഹനത്തിൻ്റെ ഉള്ളിൽ ജെർക്ക് വരത്തില്ല. ഇനി നമുക്ക് ഒരുപാട് വലി മുട്ടാതെ തന്നെ വണ്ടിക്ക് ഫസ്റ്റ് ഗിയറിലേക്ക് ഇതുപോലെ ഷിഫ്റ്റ് ചെയ്യാം. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യം ഇതിൽ നിന്ന് ഓർത്തിരിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഫോർത്തിൽ നിന്ന് തേർഡിലേക്ക് ഇടുന്ന ടൈമിൽ നമ്മൾ ഒരുപാട് വാഹനത്തിന് വലി മുട്ടാതിരിക്കാനായിട്ട് ശ്രമിക്കുക. അതായത് വണ്ടി നമ്മൾ ഫോർത്തിൽ പോകുന്ന സമയത്ത് ആക്സിലറേഷൻ കൊടുത്ത് തന്നെ ആ ഗിയറിൽ പോകാനായിട്ട് നമ്മൾ കൂടുതലായിട്ട് ശ്രമിക്കരുത്. നമ്മൾ കാല് കൊടുക്കുന്ന സമയത്ത് കയറ്റം കയറുന്ന സമയത്ത് വണ്ടി ഒരു പരിധിക്കപ്പുറം സ്പീഡിലേക്ക് പോകുന്നില്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ അഡ്വാൻസ് ഫോർത്തിൽ നിന്ന് തേർഡിലേക്ക് ഇടാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ നമുക്ക് ജെർക്ക് ഉണ്ടാകത്തില്ല. ഇപ്പം നമ്മൾ അങ്ങനെ ഫോർത്തിൽ നിന്ന് ഇപ്പോൾ പറയാം, നമ്മൾ ഫോർത്തിൽ നിന്ന് അങ്ങനെ തേർഡിലേക്ക് ഇട്ടിട്ട് വീണ്ടും നമ്മൾ കാല് കൊടുക്കുമ്പോൾ നമുക്കറിയാൻ കഴിയും വണ്ടിക്ക് ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ വീണ്ടും കയറുന്നില്ല. ആക്സിലറേഷൻ കൊടുത്തിട്ട് ഒരു പരിധിക്കപ്പുറം ഒരു സ്പീഡിലേക്ക് വരുന്നില്ല എന്ന് തോന്നി എന്ത് ചെയ്യണം, പെട്ടെന്ന് തന്നെ നിങ്ങൾ ക്ലച്ച് ചവിട്ടിയിട്ട് സെക്കൻഡ് ഗിയറിലേക്ക് അങ്ങ് ഇടണം. ഓക്കെ, ഇനി സെക്കൻഡിൽ നമ്മൾ അങ്ങനെ പോകുന്നു, കാല് കൊടുക്കുന്നു, വണ്ടിക്ക് ഒരു പരിധിക്കപ്പുറം സ്പീഡ്
സ്പീഡിലേക്ക് പോകുന്നില്ല, കാല് കൊടുത്തിട്ടും ഗുണം ചെയ്യുന്നില്ലെന്ന് തോന്നിയാൽ സെക്കൻഡിൽ നിന്ന് ഡയറക്റ്റ് ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ഉള്ളിൽ ജെർക്ക് ഉണ്ടാകത്തില്ല. ഇനി വലി മുട്ടിയിട്ടാണ് നമ്മൾ ഫോർത്തിൽ നിന്ന് തേർഡിലേക്ക് ഇടുന്നതെങ്കിലുള്ള ഒരു പ്രശ്നമെന്ന് പറയുന്നത്, തേർഡിലേക്ക് ഇടുമ്പോൾ വണ്ടി എഞ്ചിൻ ഇടിച്ച് ഓഫായി പോകും. നമ്മളിങ്ങനെ ഫോർത്തിൽ പോകുന്നു, ആക്സിലറേഷൻ കൊടുത്ത് കയറ്റം നമ്മൾ ഇങ്ങനെ കയറുന്ന സമയത്ത് നല്ല രീതിയിൽ നമ്മളങ്ങ് കാല് കൊടുക്കുകയാണ്, വണ്ടി കയറുമെന്നുള്ള പ്രതീക്ഷയിൽ. പക്ഷേ കൊടുത്തിട്ടും കയറുന്നില്ല. തീർത്തും വണ്ടിക്ക് അങ്ങോട്ട് വലി മുട്ടുന്നത് വരെ വണ്ടിയെ വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ തേർഡിലേക്ക് അങ്ങ് ഇടുകയെന്ന് വെച്ചു. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പെട്ടെന്ന് വണ്ടി തേർഡിലേക്ക് വന്നിട്ട് നമ്മൾ ക്ലച്ചിൽ നിന്ന് അയച്ച് ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് വണ്ടി മുന്നോട്ട് പോകാനായിട്ട് ബുദ്ധിമുട്ട് കാണിച്ചിട്ട് ഇടിച്ചിടിച്ച് നിൽക്കും. ഇങ്ങനെ ഇടിച്ചിടിച്ച് നിൽക്കുക. ആ ഒരു സമയത്ത് വാഹനത്തിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ജെർക്കിങ് വളരെ വലിയൊരു ജെർക്കിങ് ഉണ്ടാകും. വാഹനത്തിൻ്റെ ഉള്ളിൽ കുട്ടികളോ അങ്ങനെ മറ്റ് പ്രായമുള്ളവരോ ഒക്കെ ഉണ്ടെങ്കിൽ അപകടങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരു ഗിയർ ഡൗൺ ഷിഫ്റ്റിംഗ് ചെയ്യുക. ഇനി നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നത്, നമുക്ക് ഫിഫ്ത്ത് ഗിയറിൽ നിന്ന് ഡയറക്റ്റ് സെക്കൻഡ് ഗിയറിലേക്കോ ഫസ്റ്റ് ഗിയറിലേക്കോ അല്ലെങ്കിൽ ഫോർത്ത് ഗിയറിൽ നിന്ന് ഡയറക്റ്റ് സെക്കൻഡ് ഗിയറിലേക്കോ ഫസ്റ്റ് ഗിയറിലേക്കോ എങ്ങനെ ഷിഫ്റ്റ് ചെയ്യാം, ജെർക്ക് എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളത് കാണിച്ചു തരാം. ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്യണം. ആദ്യത്തെ പറഞ്ഞ പോയിന്റിൽ നിന്ന് കുറേ കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇത് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ വലിയ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതകൾ കൂടുതലാണ്. ഓക്കെ, ഇപ്പോൾ ഞാൻ അതിനെ വണ്ടി ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് എടുക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. നമ്മൾ ഡയറക്റ്റ് സെക്കൻഡ് ഗിയർ അല്ലെങ്കിൽ ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഫസ്റ്റ് ഗിയറിൽ എടുക്കുന്ന സമയത്ത് വണ്ടിക്കൊരു നല്ല രീതിയിലുള്ള ഒരു ടോർക്ക് ഉണ്ട്. നമ്മളൊരു പരിധിക്കപ്പുറം ആക്സിലറേഷൻ കൊടുത്താലും വണ്ടി മൂവ് ആകത്തില്ല. വണ്ടി ഇങ്ങനെ പിടിച്ചായിരിക്കും പോകുന്നത്. അത് ഫസ്റ്റ് ഗിയറിൻ്റെ ആ ഒരു ടോർക്കാണ്. എന്നാൽ ഫസ്റ്റ് ഗിയറിനോട് അനുപാതികമായിട്ട് തന്നെയുള്ള ഒരു ടോർക്കാണ് സെക്കൻഡ് ഗിയറിന് ഉള്ളത്. എന്നാൽ ഫസ്റ്റ് ഗിയറിൻ്റെ അത്ര അധികം ഒരു പിടുത്തം നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ ആ ഒരു സൗണ്ടൊന്നും നമുക്ക് ഫീൽ ചെയ്യത്തില്ല. പക്ഷേ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുമ്പോൾ ഇച്ചിരി കൂടെ സ്മൂത്ത് ആകും. അപ്പോൾ അത്രയും ടോർക്ക് കൂടിയ ഗിയറാണ് ഫസ്റ്റും സെക്കൻഡും. നമ്മൾ ഫോർത്തിലേക്ക് ഇട്ട് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഫിഫ്ത്തിലേക്ക് ഇട്ട് പോകുന്ന സമയത്തുള്ള ഒരു ഗുണമെന്ന് പറയുന്നത്, വണ്ടി വളരെ സ്മൂത്ത് ആയിരിക്കും. അവിടെ സ്പീഡ് കൂടുതലാണ്. അത് പോകുന്ന എപ്പോഴും ഒരു സ്ട്രെയിറ്റ് റോഡിൽ, അങ്ങനെയുള്ള റോഡിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഗിയർ ഇടുന്നത്. അപ്പോൾ ഈ ഗിയർ ഇടുമ്പോൾ നമ്മൾ കാല് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു സ്മൂത്ത്നെസ് വാഹനത്തിൻ്റെ ഉള്ളിൽ ഫീൽ ചെയ്യും. പക്ഷേങ്കിൽ ഫസ്റ്റ് ഗിയർ ഇട്ടിട്ടാണ് നമ്മൾ കാല് കൊടുക്കുന്നതെങ്കിൽ വാഹനത്തിൻ്റെ ഉള്ളിൽ നല്ല രീതിയിലുള്ള ഒരു കട്ടി ഫീൽ ചെയ്യും. നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പിടുത്തം ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഫിഫ്ത്തിൽ നിന്ന് അല്ലെങ്കിൽ ഫോർത്തിൽ നിന്നോ ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇത്രയും സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഫോർത്ത് ഗിയറിൽ നിന്ന് ഫസ്റ്റിലേക്ക് ഇടുമ്പോൾ വാഹനത്തിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് ആ ടോർക്ക് കൂടിയ ഗിയറിലേക്ക് വരുമ്പോൾ ഒരു വലിയ വൈബ്രേഷൻ, അതായത് ഒരു ബ്രേക്ക് പിടിക്കുന്നതിന് സമാനമായിട്ടുള്ളൊരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് ഇടുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഗിയർ ഷിഫ്റ്റിങ്ങിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു, ഞാൻ വണ്ടി എടുക്കുകയാണ്. അതിനുശേഷം വണ്ടിക്ക് മൂവ് ആക്കുന്നു, ക്ലച്ച് പിടിക്കുന്നു, സെക്കൻഡിലേക്ക് ഇടുന്നു. ഓക്കെ, വീണ്ടും വണ്ടിക്ക് മൂവ് ആക്കുന്നു, ക്ലച്ച് പിടിക്കുന്നു, തേർഡിലേക്ക് ഇടുന്നു. ഓക്കെ, വീണ്ടും ഞാനിങ്ങനെ കാല് കൊടുക്കുകയാണ്. ഓക്കെ, ഞാനിത് ഫോർത്തിൽ ഇങ്ങനെ പോവാണ്. ഇങ്ങനെ ഞാൻ പോകുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ പെട്ടെന്ന് ഓപ്പോസിറ്റ് ഒരു വണ്ടി വരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ എനിക്ക് വണ്ടി സ്ലോ ചെയ്തിട്ട് ഡയറക്റ്റ് ഫസ്റ്റ് ഗിയർ കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത്, വണ്ടിയുടെ റണ്ണിങ് തീർത്തും കുറയുക. ഇപ്പോൾ ഇതേ വണ്ടിയുടെ റണ്ണിങ് തീർത്തും കുറയുന്ന സമയത്ത് മാത്രം ഡയറക്റ്റ് നമ്മൾ ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വാഹനത്തിൻ്റെ ഉള്ളിൽ ഒത്തിരി ജെർക്ക് വരത്തില്ല. ഇപ്പോൾ നിങ്ങൾ നോക്കിയേ, ഫോർത്ത് ഗിയറിൽ പോയി റണ്ണിങ് തീർത്തും കുറഞ്ഞ സമയം ആയപ്പോഴാണ് ഞാൻ ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തത്. റണ്ണിങ് തീർത്തും കുറയാതെയാണ് നമ്മൾ ഇടുന്നതെങ്കിൽ നല്ല വേഗതയിൽ പോകുമ്പോൾ ഡയറക്റ്റ് ഫസ്റ്റിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ സംഭവിക്കുന്ന ഒരു പ്രശ്നം, പെട്ടെന്ന് ആ ഫസ്റ്റ് ഗിയറിലേക്ക് വരുമ്പോൾ വണ്ടിക്കുള്ളിൽ ജെർക്ക് ഉണ്ടാകും. ഞാൻ ആ ജെർക്ക് നിങ്ങളെ ഒന്ന് കൃത്യമായിട്ടൊന്ന് കാണിച്ചു തരാം, എന്നാൽ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാകും. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഇപ്പോൾ ഞാൻ സെക്കൻഡിലേക്ക് ഇട്ടു, ഓക്കെ, തേർഡിലേക്ക് ഇട്ടു, ഓക്കെ, വീണ്ടും വണ്ടിക്ക് മൂവ് ആക്കുന്നു, ഫോർത്തിലേക്ക് ഇടുന്നു. ഓക്കെ, ഇപ്പം നല്ല സ്പീഡിൽ വണ്ടി പോവാണ്. ഇപ്പം ഞാനിവിടെ ഇട്ട് കഴിഞ്ഞാൽ ഫസ്റ്റിലേക്ക് പെട്ടെന്ന് ഇട്ട് കഴിഞ്ഞാൽ, അതായത് ആവശ്യമില്ലാതെ ഒരു ഗിയറാണ് നമ്മളിവിടെ ഷിഫ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഇപ്പം നല്ല സ്പീഡിൽ പോവാണ്. വാഹനത്തിനുള്ളിൽ നല്ല ജെർക്കുണ്ട്. അത് നിങ്ങൾ നോക്കുക, ഞാനിതേ ജെർക്ക് വരെ നിങ്ങളെ കാണിക്കാം. അതെ, ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു, ഇത് കണ്ടോ വണ്ടി അങ്ങോട്ട് പിടിച്ചു, വല്ലാത്ത രീതിയിൽ അങ്ങ് പിടിച്ചിട്ട് വാഹനത്തിൻ്റെ ഉള്ളിൽ ആ ഒരു ആക്സിലറേഷൻ്റെ, ഫസ്റ്റ് ഗിയറിലേക്ക് പെട്ടെന്ന് വന്നപ്പോഴുണ്ടായ ഒരു ആക്സിലറേഷൻ്റെ സൗണ്ട്, അതായത് ആ ഗിയറിലേക്ക് വീണപ്പോഴുണ്ടായ ഒരു സൗണ്ടാണ് നിങ്ങൾ കേട്ടത്. ഇനി അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റ് ഉണ്ട്. നമ്മൾ ഇത്തരത്തിലൊരു സ്ട്രെയിറ്റ് റോഡിൽ ഒരു ഫോർത്ത് ഗിയറിൽ പോകുന്നു,
പെട്ടെന്ന് മുന്നിൽ ഒരു ഗട്ടർ കാണുന്നു. ആ ഒരു സമയത്ത് നമുക്ക് ഫോർത്തിൽ ആ ഗട്ടർ ഇറങ്ങി പോകത്തില്ല. പെട്ടെന്ന് ഫസ്റ്റ് കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നാലും നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നിങ്ങളുടെ വണ്ടിയുടെ വേഗത കുറച്ചിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുക. പക്ഷെങ്കിൽ ചെറിയൊരു റണ്ണിങ്ങും ഉണ്ടായിരിക്കണം, ഇല്ലെങ്കിലും ജെർക്ക് ഉണ്ടാകും. ഓക്കെ, ഇപ്പോൾ അത് ഞാൻ കാണിക്കും. ഇപ്പോൾ ഫസ്റ്റ് കൊടുത്ത് ഇങ്ങനെ എടുക്കുകയാണ്, വണ്ടിക്ക് മൂവ് ആക്കി, സെക്കൻഡ് കൊടുക്കുന്നു, വണ്ടിക്ക് മൂവ് ആക്കി തേർഡ് ഗിയറിലേക്ക് ഇടുന്നു. റോഡ് സ്ട്രെയിറ്റ് ആണ്, നമ്മൾ ഫോർത്തിൽ ഇങ്ങനെ പോവാണ്. ഇങ്ങനെ പോകുന്ന സമയത്ത് ഫ്രണ്ടിൽ നമ്മൾ പെട്ടെന്ന് നമുക്ക് അറിയാത്ത റോഡിലൂടെയാണ് ഡ്രൈവ് ചെയ്ത് പോകുന്നത്. പെട്ടെന്ന് ഫ്രണ്ടിൽ ഒരു ഹമ്പോ അല്ലെങ്കിൽ ഒരു ഗട്ടറോ കാണുന്ന സന്ദർഭങ്ങളിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് പെട്ടെന്ന് ക്ലച്ചിലും ബ്രേക്കിലും വന്ന് വണ്ടി സ്ലോ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഞാനിങ്ങനെ ഇറങ്ങി വരികയാണ്, ഇവിടെ മുന്നിലായിട്ട് പെട്ടെന്ന് ഒരു ഗട്ടർ കാണുകയാണ് അല്ലെങ്കിൽ ഒരു ഹമ്പ് കാണുക. അപ്പം ഞാൻ ബ്രേക്ക് വന്നത് സ്ലോ ചെയ്തുകൊണ്ട് തന്നെ ഒപ്പം ക്ലച്ചും കൂടെ ചവിട്ടി വണ്ടിയുടെ റണ്ണിങ് തീർത്തും കുറയ്ക്കുകയാണ്. തീർത്തും കുറഞ്ഞു. എന്നിട്ട് വേണം ഡയറക്റ്റ് നമ്മൾ ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ടിട്ട് ക്ലച്ച് എന്ന് അയച്ച് ലൈറ്റായിട്ട് ആക്സിലറേഷൻ കൊടുത്ത് ഇങ്ങനെ ഗട്ടർ ഇറങ്ങി കയറി പോകേണ്ടത്. അല്ലാതെ നമ്മൾ ഗട്ടർ കാണുന്നു എന്ന് കരുതി ഉടൻ തന്നെ ബ്രേക്ക് ഒന്നും ചെയ്യാതെ വണ്ടി സ്ലോ ചെയ്യാതെ ഒരു കാരണവശാലും നിങ്ങൾ ഡയറക്റ്റ് സെക്കൻഡ് ഗിയറിലേക്കോ ഫസ്റ്റ് ഗിയറിലേക്കോ ഷിഫ്റ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗുണമായെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ഒരു വീഡിയോ നമ്മൾ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജിലും ഇടുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ പേജിലും കൂടെ വീഡിയോകൾ കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും അടുത്തൊരു ദിവസം കാണാം. ഓക്കെ, ബൈ.